കാര്യങ്ങളാണ്. പക്ഷേ ഈ ജോലി കാര്യങ്ങൾ ആനയുടെ ചങ്ങല തമ്മിൽ മാറ്റി ഒന്നിനാട് ആനയുടെ ബാക്ക് കാലിലെ ചങ്ങലകൾ മാറ്റി കെട്ടണം. ഇത് കെട്ടണമെങ്കിൽ ആനയുടെ ശരീരത്തിൽ ആന ഈ ചങ്ങല ഇഷ്ടപ്പെടും. നല്ല ഈ വെയിലും മറ്റുള്ള കാര്യങ്ങളും മൂക്കുമ്പോഴത്തേക്ക് ആനയ്ക്ക് ചങ്ങല നല്ല മസിൽ പിടുത്ത് തോന്നാൻ. അപ്പൊ തലയ്ക്ക് നല്ല പെരുപ്പുണ്ടാവും. ആന വളർത്താനായതുകൊണ്ട് തലയ്ക്ക് നല്ല പെരുപ്പ്. നമ്മൾ പൊതുവെ അങ്ങോട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നമ്മളായാലും ആന അടുപ്പിക്കാറില്ല. ആന നമ്മൾ ഓട്ടിക്കാറാണ് പതിവ്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഈ മരുന്നും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ആനയെ നമുക്ക് രണ്ട് അടി കൊടുക്കാതെ നമുക്ക് ആനയെ പിടിച്ച് പുറകോട്ട് നിർത്താൻ പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ ആന കേൾക്കത്തില്ല. അപ്പൊ അടി കൊടുത്താൽ മാത്രമേ നമുക്ക് മുറിവിൽ നമുക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ മരുന്ന് വെച്ചാൽ മാത്രമേ ഇത് കരിയത്തുള്ളൂ. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ഞാൻ മദ്യം അടിക്കാറില്ല, ലഹരി ഉപയോഗിക്കാറില്ല. എന്നെ മെഡിക്കൽ പോലും എന്നെ ഇതുവരെ വന്നിട്ടുള്ള ഒരാൾക്കാരെ എന്നെ പിടിച്ചിട്ടില്ല. പിടിച്ച് എന്നെ കൊണ്ടൊന്നും മെഡിക്കൽ എടുത്തിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടുള്ള ഒരു ഇതുമില്ല. ഇവര് ആലപ്പുഴ ഹൈപ്പാട് പിഞ്ചു കുഞ്ഞുമായി പാപ്പാന്റെ സാഹസം. 6 മാസം പ്രായമായ കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുത്തി സാഹസിക പ്രകടനത്തിനിടെ കുഞ്ഞ് ആനയുടെ കാലിനടുത്തേക്ക് വീണു. അത് കൊള്ളാം. ആനയുടെ അടുത്തുകൊണ്ട് പേടി മാറ്റാൻ, ആരുടെ പേടിയെ മാറ്റുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചിനെ കൊണ്ട് ആനയുടെ കാലിനിടെ കൂടെ നടക്കുക, അതുപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈയെ കൊണ്ട് തട്ടുക, ആനമാൽ മോതിരം ഇടിയിക്കുക, ആനയുടെ പിണ്ടത്തിൽ മുക്കുക, പിന്നെന്തൊക്കെയുള്ള ആനക്കൊമ്പെ തൂങ്ങുക. ആനക്കൊമ്പെ തൂങ്ങി കിടന്ന് തുമ്പിക്കൈയെ ചാരി നിർത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ധൈര്യം കൂടിയ പിള്ളേരുണ്ടാകുന്ന ഏതോ സിനിമയിൽ ഏതോ ഒരു മനസ്സിലെ ഞാനൊരു പടത്തിനകത്തുണ്ടെന്ന് മനസ്സിലല്ല ബിജുമാൻ ഏതൊരു പടത്തിനകത്തല്ലേ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇമാതിരി അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും ധൈര്യം കിട്ടാൻ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഉള്ളവർക്ക് ധൈര്യം കുറച്ച് കുറവാണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ധൈര്യം കുറവാണ്. പഞ്ചാബികൾക്ക് ഇച്ചിരി ധൈര്യമുണ്ട്, ബീഹാറികൾക്ക് ധൈര്യമുണ്ട്, മലയാളികൾക്കും തമിഴന്മാർക്കൊന്നും വലിയ ധൈര്യമൊന്നും ഇല്ല. ധൈര്യമുള്ളവരില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എന്നാലും മറ്റവരുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പാടാം. അവന്മാരുടെ ധൈര്യം വേറൊരു ലെവലാണ്. പാകിസ്ഥാനി, അതായത് ഇപ്പൊ അറബികളൊക്കെ എടുത്തിട്ട് അടിക്കും നിന്മാര് ഞാൻ കണ്ടിട്ടുണ്ട്. കുവൈറ്റുകൾ ഒരുത്തർ റോഡിലിട്ട് ഒരു ഇന്ത്യക്കാരനെ ഒരു കുവൈറ്റ് തല്ലുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു. ഒരു പഞ്ചാബി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് പൊക്കി എടുത്ത് നിലത്തോട്ട് ഒറ്റയടി. ആ കുവൈറ്റിയുടെ കഴപ്പങ്ങ് മാറി, കിഴപ്പ് അതങ്ങ് മാറിക്കിട്ടി. സമാധാനവും സന്തോഷവും പിന്നെ എന്നും ഭൂമിയിൽ അങ്ങനെയൊക്കെ. പിന്നെ ധൈര്യം, അതെന്ന് പറഞ്ഞാൽ എന്തിനുള്ള ധൈര്യമാണ് ഈ ആനയുടെ കാലിനിടെ കൂടെ പോയി കിട്ടുന്നത്? എന്ത് ധൈര്യമാണ് ഇയാൾക്ക് വേണ്ടത്? ധൈര്യത്തെ പറ്റിയുള്ള ധാരണകൾ തെറ്റിയതുകൊണ്ടല്ലേ ഇവർ ഈ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ ഈ അന്ധവിശ്വാസം. ആനയുടെ കാലിനിടെ കൂടെ നടന്നാൽ ഒരു ധൈര്യവും കിട്ടത്തില്ല. ആനയുടെ കാലിനിടെ കൂടെ നടക്കാനുള്ള ധൈര്യം കിട്ടുമായിരിക്കും. അത് ആനപ്പാപ്പാനാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലേ? വേറെ എന്തെങ്കിലും തൊഴിലാണ് ആവശ്യമെങ്കിലോ? പോലീസ് ആവേണ്ട ഒരാൾക്ക് ഒരിക്കലും ആനയുടെ കാലിനിടെ കൂടെ നടക്കേണ്ടി വരത്തില്ല. അപ്പോൾ കള്ളനെ പിടിക്കാൻ കൊണ്ടുപോകുക, ഏതെങ്കിലും കള്ളന്റെ കാലിനിടെ നടത്തുകയാണ്. ചിലപ്പോൾ കൊച്ചിനെ കള്ളന്റെ കാലിനിടെ കൊണ്ട് വെച്ചാൽ ചിലപ്പോൾ പോലീസാവും. വല്ല രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രോഗികളുടെ കാലിനിടെ കൊണ്ട് വെച്ചാൽ ചിലപ്പോൾ ഡോക്ടർ ആവാൻ സാധ്യതയുണ്ട്. കാരണം രോഗങ്ങളെ പറ്റിയുള്ള പേടികൾ മാറേണ്ടിയിരിക്കുന്നു കുട്ടിക്ക്. അതുപോലെ ഈ ഓർമ്മയില്ലാത്ത പ്രായത്തിൽ ഈ കൈക്കുഞ്ഞ് എന്ത് ഓർത്തിരിക്കാൻ? അതിന് നിലത്തോട്ട് വീഴുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനു പറ്റി കാണുക? കൊച്ചുങ്ങളൊക്കെ നിലത്ത് വീണ ഉടനെ രീതി കൊണ്ട് സ്കാൻ ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം, ഇതൊക്കെ അവർ ചെയ്തോ എന്തോ. കൊച്ചിനെ കൊണ്ട് നടക്കുക. അവൻ മദ്യം ഉപയോഗിക്കാറില്ലെന്ന് അവൻ്റെ പല്ല് കണ്ടല്ല, ലഹരി ഒന്നും ഉപയോഗിക്കാറില്ലെന്ന് അവൻ്റെ പല്ല് കണ്ടാൽ അറിയാം. അവൻ ബീഡിയും വലിക്കുന്നുണ്ട്, തമ്പാക്ക് വെക്കുന്നുണ്ട്, മുറുക്കുന്നുണ്ട്, പട്ടച്ചാര കടിക്കുന്നുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. അവൻ്റെ വർത്താനം കേട്ടാൽ അറിയാം അവൻ ലഹരി ഉപയോഗിക്കാറില്ല. ആരും എന്നെ പിടിച്ചിട്ടില്ലെന്ന്. പിടിക്കാത്തവരെല്ലാം ലഹരി ഉപയോഗിക്കാത്തവരാണെന്ന് ആരുടെ പറഞ്ഞത്? മെഡിക്കലിന് എടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പോലും. മെഡിക്കലിന് അങ്ങനെ എല്ലാം കിട്ടത്തില്ല. എന്തിനാട്ടെ അവൻ എന്ത് ടൈപ്പ് എന്ത് വേണം, കള്ളു പിടിക്കുകയോ അഞ്ച പിടിക്കുകയോ എന്നൊരു വിഷയമല്ല. പക്ഷേ ഇമാതിരി കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ എടുത്ത് പൊക്കിയെടുത്ത് കാലിനടയോട് കയറരുത്. അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടെന്ന് പറയാനുള്ളൊരു അതെങ്ങനെയാണ്? ഈ വരുന്നവന്മാർക്ക് കാശ് കൊടുക്കും, അതുകൊണ്ട് ഇവരെടുത്തങ്ങ് ചെയ്യും. ഈ വരുന്നവരും ഇല്ലാത്തവനെ പറഞ്ഞാൽ പോരെ. പിന്നെ വേറൊരു കാര്യം, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കാനയുടെ കാലിൻ്റെ അടിയിലോട്ടല്ലേ വീണേക്കുന്നത്. കാനയുടെ അടുത്തോട്ട് ധൈര്യം കൂടി കാണും കൊച്ചിന് വല്ലാതെ. കൊച്ചിന് ഇനി ഏറ്റവും കൂടുതൽ ധൈര്യശാലി ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കൊച്ചാന്ന് പറഞ്ഞാൽ മതി. കൊച്ചിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ, വല്ല നട്ടലൊന്നും ഒടിഞ്ഞിട്ടില്ലെങ്കിൽ, തലയോടിനടി കിട്ടാതെ, ബോധം പോകാതെ, വെളിവും വെള്ളിയാഴ്ചയുള്ള ഒരു കൊച്ചായിട്ട് തിരിച്ച് കിട്ടുകയാണെങ്കിൽ, അല്ലാതെ അംഗവയിലൊന്നും പറ്റാതിരിക്കട്ടെ, അങ്ങനെ കിട്ടിയെങ്കിൽ ധൈര്യം ഏറ്റവും കൂടുതലുള്ളത് ഈ കൊച്ചിനായിരിക്കും അല്ലേ? കാരണം ഇത്രയും കുഞ്ഞിനെ എടുത്ത് ആനയുടെ കാലടി കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൻസിനായിരിക്കും ധൈര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ കുട്ടിക്കല്ല ധൈര്യമുള്ളത്, അതിൻ്റെ മാതാപിതാക്കളുടെ ധൈര്യമാണ്. ആ ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരം കൂടെ. ചില സ്ഥലത്ത് ഈ ധൈര്യം കൂടിയിട്ട് കാണിക്കുന്ന മണ്ടത്തരമായി പോകും. ധൈര്യവും മണ്ടത്തരമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് ഇപ്പം കാണിച്ചൊരു മണ്ടത്തര ശരിക്കും. അതിന് ധൈര്യം എന്ന് പറയാൻ പറ്റൂ അല്ലേ? നമ്മൾ തമാശയ്ക്കൊരു ധൈര്യം, ഭയങ്കര ധൈര്യം കേട്ടോ. അപ്പൻ്റെ അമ്മയുടെ ധൈര്യമാണ് ധൈര്യം. അത് ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടേക്കുക. അവർക്ക് അങ്ങോട്ട് ആനയുടെ അടുത്തോട്ട് പോകാൻ പേടിയായതുകൊണ്ട് ആനപ്പാപ്പൻ്റെ കൊടുത്തു വിട്ടേക്കുന്നു. അല്ല അവർക്ക് തന്നെ അങ്ങ് കൊടുത്താൽ മതിയാണ്. അല്ല കൊണ്ടുപോയി ആനയുടെ കാലിനിടെ കൂടെ നടന്നാൽ മതിയാണ്. അപ്പോൾ തന്തയുടെയും തള്ളയുടെയും മോൻ്റെയും ധൈര്യം കൂടിയേനെ.
ഈ കൊച്ചിനെയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഈ ധൈര്യം ഇല്ലാതിരുന്നെങ്കിൽ നല്ലതാണ്. കൊച്ചിനുണ്ടാക്കാനുള്ള ധൈര്യം ഇവരൊക്കെ ഉണ്ടാകാതിരിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ, അതോടെ പ്രശ്നം തീർന്നേനെ. ഇങ്ങനത്തെ ഒരു മണ്ടന്റെ മോൻ ഇനിയിപ്പോൾ ആനയുടെ കാലിൻ്റെ അവിടെ മറിഞ്ഞ് വീഴുവോ തലയെത്ത് പോവോ എന്തെങ്കിലും പറ്റുകയോ ചെയ്താലും എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നില്ല. കാരണം ഈ കൊച്ചൻ വലുതായി വന്നാലും ചിലപ്പോൾ ഇതുപോലെ മണ്ടത്തങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ. അവിടെയൊക്കെ അങ്ങനെയാണ്. ഇത്തരം അന്ധവിശ്വാസികളുടെ മക്കൾ മറ്റൊരു അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ജനറ്റിക്കലി എന്തോ പ്രശ്നമുള്ള ആൾക്കാരാണെന്ന് തോന്നി അന്ധവിശ്വാസികളുടെ മക്കൾ അന്ധവിശ്വാസികളായിരിക്കും, വിശ്വാസികളുടെ മക്കൾ വിശ്വാസികളായിരിക്കും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം വിശ്വാസികളുടെ മക്കളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആവും. ഇവനും ഇവന്റെ അപ്പനും എല്ലാം വിശ്വാസികളാണ്. മനസ്സിലായില്ലേ? ഈ കൊച്ചിനെ കൊണ്ട് വന്ന് ഈ കാലട കൊണ്ട് നടത്തിച്ചവന്റെ തന്ത ഇവനെ കൊണ്ട് പണ്ടെങ്ങാണ്ടോ നടത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഇപ്പോഴും പേടിയുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവന് ആനയുടെ അടുത്തോട്ട് പോകാൻ പേടിയുണ്ട്. അല്ല, അവന്റെ അപ്പനും അമ്മയും ആരെങ്കിലും കാണിച്ചു കൊടുത്തൊരു സാധനം ആയിരിക്കുമല്ലോ ഇവൻ ചെയ്യുന്നത്. അതാണല്ലോ വിശ്വാസം അങ്ങനെയാണല്ലോ വരുന്ന വഴി, വിശ്വാസം വരുന്ന വഴി അതാണല്ലോ. അപ്പോൾ ഇമാതിരി വിഡ്ഢിത്തങ്ങൾ കാണിച്ചിട്ട് കൊച്ചിനെ പറ്റിക്കഴിഞ്ഞാൽ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആശുപത്രി കൊണ്ടുപോകണം, മരുന്ന് കഴിക്കണം, സർജറി ചെയ്യണം. അപ്പോൾ അല്ല ഈ ധൈര്യം ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കണ്ട. എന്ത് സർജറി വന്നാലും നേരിടാം. നട്ടലൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല. നല്ല ധൈര്യമായല്ലോ കൊച്ചിന്. ഇതുപോലത്തെ സർജറിയും മറ്റു പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള ധൈര്യം കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. വലുതായാലും അത് എഴഞ്ഞ് നടക്കുകയാണെങ്കിലും ഞൊണ്ടി നടക്കുകയാണെങ്കിലും ധൈര്യശാലിയായിരിക്കും. എന്തൊരു ഗതികെട്ടവന്മാരാണ് നീയൊക്കെ. ഇത്രയും നശിച്ച മനുഷ്യർ ലോകത്തുണ്ട്. ഒരു കുഞ്ഞിനെ കുഞ്ഞെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ എന്തോ പ്രോപ്പർട്ടി പോലെയാണ്. അങ്ങനെയല്ല. അതിനൊരു കുഞ്ഞാണെങ്കിൽ പോലും അതിനെ ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ കാണണം. അത് വേറൊരു മനുഷ്യ വ്യക്തിയാണ്. ആ വ്യക്തിയായി മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിയുടെ സുരക്ഷയും വ്യക്തിയുടെ ആരോഗ്യവും വ്യക്തിയുടെ പഠനവും വ്യക്തിയുടെ മാനസികാവസ്ഥയും എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് എൻ്റെയാണ്, എൻ്റെ മോളായതുകൊണ്ട് അത് എൻ്റെ അണ്ടറിലാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ പൊട്ടത്തിലും അത് പഠിച്ചിരിക്കണം, ഞാൻ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും കൂട്ടു നിൽക്കണം, എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം കൊച്ചിന് വേണം, നിർബന്ധമൊന്നും പിടിക്കരുത്. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കൊച്ചുകൾക്ക് വലുതായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രായപൂർത്തിയാകുന്ന വരെ ഇമാതിരി റിസ്കി ഗെയിംസിനൊന്നും പിള്ളേരെ വിടാതിരിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തിയും വിശ്വാസവും ഒന്നും അതിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതിന് പ്രായപൂർത്തിയാക്കി ഇങ്ങനെ തോന്നുവാണെങ്കിൽ അത് പൊക്കോളുന്നേ. നിങ്ങളെന്നെ പേടിക്കുന്നത്? നിങ്ങളെന്നെ കുഞ്ഞിലെ തന്നെ ഇതിനെ കൊണ്ട് അതിനകത്തോട്ട് ഇടുന്നത്? ഇതിൻ്റെ ദേഹത്തെല്ലാം കൂടെ ഉള്ള കരിയെല്ലാം മാറി തേച്ച് കുറേ മാലയും മാളയൊക്കെ എടുത്തിട്ട് ഇതിനെ ഇല്ലാത്ത കർമ്മങ്ങളിലെല്ലാം കൊണ്ട് ഇരുത്തി പുകയൊക്കെ അടുപ്പിച്ച് പിന്നെ പറ്റിയ എണ്ണയ്ക്കകത്തിട്ട് മുക്കി പൊരിച്ച് അങ്ങനെ എന്തൊക്കെ ഇവർ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഇവർ കാണിക്കുമെന്ന് മണ്ടത്തരങ്ങൾ. ഇപ്പോൾ ആനയുടെ കാലിലോട്ട് വീണില്ലാന്ന് ഇതാരും അറിയത്തൊന്നുമില്ല. പക്ഷെ ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വന്ന് നേരത്തെ ആണെന്നൊന്നും ആരും അറിയത്തില്ല. ഇപ്പോഴായിട്ട് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഗുണം. മനസ്സിലായോ? അതേസമയം പണ്ടാണെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ അങ്ങനെ നടന്നു പോവുക. മനസ്സിലായില്ലേ? ഇവൻ നടന്നു പോകുന്ന പരിപാടികൾ അങ്ങനെ അറിയാതെ പോയത് എത്ര ആനയുടെ കാലിനിടയിലൂടെയൊക്കെ വീണിട്ടുണ്ടാവും പലരും, അല്ലേ? പല കുഞ്ഞുങ്ങളും വീണിട്ടുണ്ടാവും. ആനയെ ഒട്ടിക്കൊല്ലുന്ന പിന്നെ ആനയ്ക്ക് ദേഷ്യം കയറുമ്പോഴാണ്. ഇയാൾ ഈ ആനപ്പാപ്പം പറയുന്നത് കേട്ടോ, ആന അങ്ങനെ അടുപ്പിക്കാറില്ല, ചങ്ങല കെട്ടിയേക്കുന്നിടത്ത് പഴുക്കും, അതിനെ പീഡിപ്പിച്ച് നിർത്തിയേക്കും, അതിനിടയിൽ കൂടെ കൊച്ചിനെ കൊണ്ട് നടത്തിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ആനയ്ക്ക് കൊച്ചുങ്ങളെ ഒന്നും ഉപദ്രവിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആന ഒരു വളരെ നല്ലൊരു ജീവിയാണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ജീവിയാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ജീവിയാണ്. ആനയുടെ തലച്ചോറും മനുഷ്യൻ്റെ തലച്ചോറും തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ആനയുടെ തലച്ചോറിന് അറിയാം ആനയുടെ തുമ്പിക്കൈ നീളമുള്ളതാണെന്ന്. മനസ്സിലായോ സുഹൃത്തുക്കളെ? അപ്പോൾ ആനയുടെ തുമ്പിക്കൈ അത് വെച്ചിട്ടാണ് ആന ഇങ്ങനെ ശ്വാസം എടുക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, കുളിക്കുന്നത്. നമുക്ക് ആ മൂക്ക് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റത്തില്ല എന്ന് മനുഷ്യൻ്റെ തലച്ചോറിന് അറിയാം. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ആനയും മനുഷ്യനും തമ്മിലുള്ള. പിന്നെ ആനയുടെ പല്ലിൻ്റെ ഒരെണ്ണത്തിൻ്റെ നീളം കൂടുതലാണ്, നമ്മുടെ പല്ലിൻ്റെ രണ്ടെണ്ണത്തിന്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മനുഷ്യനും ആനയും തമ്മിലുണ്ട്. പിന്നെ തൊലിയുടെ കളർ കറുപ്പാണ്, കറുപ്പിനഴക്, എളുപ്പിനഴക്, കൊമ്പിന് വെളുപ്പാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ആന ഇരിക്കുന്നത്. ഈ ആനയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വല്ലാത്തൊരു ജീവിയാണ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ് ആന. ആനയുടെ ഈ തോല് കറുത്തതായത് കൊണ്ട് തന്നെ അതിനെ അധികം സൂര്യപ്രകാശത്തിൽ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ശരീരം ചൂടാവുകയും അതിൻ്റെ മാനസിക നില തെറ്റാൻ സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ഈ ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുക, അതുപോലെ തന്നെ ആറോടി കൂടെ നടത്തുക, ചൂടുള്ള സ്ഥലങ്ങളിൽ കാല് ചവിട്ടി നിർത്തുമ്പോൾ ആനയുടെ കാല് പൊള്ളിപ്പഴുത്ത് പൊട്ടാറുണ്ടത്രയും. അങ്ങനെ അതിനെ പീഡിപ്പിച്ചും വിഷമിപ്പിച്ചും ബുദ്ധിമുട്ടിച്ചുമാണ് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുന്നള്ളിക്കുകയും അങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ നെറ്റിപ്പട്ടം കൊണ്ടുവെക്കും, മണ്ടയ്ക്ക് കയറി കുടയും കുത്തി നിൽക്കും. ആനയുടെ മണ്ടയ്ക്ക് കയറി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആനയുടെ വാല് പറിച്ചുകൊണ്ട് പോകും ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്. ആനവാൽ മോതിരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യമാണെന്നുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉള്ള ഒരു നാട്ടിലായതുകൊണ്ട് പല ആനകളുടെയും വാലുകളിടയ്ക്ക് ചുമ്മാ ചെന്ന് പറിച്ച് മാറ്റാറുണ്ട് ആളുകൾ. അത് എന്നിട്ട് സ്വർണ്ണം കൊണ്ടൊക്കെ ആണ്ടൊക്കെ ആക്കി മോതിരം പോലെ വള പോലെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ വിചാരം ഇവനെന്തോ ധൈര്യശാലിയാണെന്നാണ് ആർക്കറിയാമെന്നാണ്. പുലിയുടെ നഖമൊക്കെ എടുത്തുകൊണ്ട് വന്ന കണ്ടില്ലേ ഇടയ്ക്ക് ആരുണ്ടൊക്കെ ധൈര്യക്കുള്ളതുകൊണ്ടാണ്. പുലിയുടെ നഖം പോയി പറിക്കുവാണ് ധൈര്യമുണ്ട്, ആനയുടെ വാല് പോയി പറിക്കുവാനുള്ളൊരു ധൈര്യമുണ്ടെന്ന് പറയാം. അത് കാട്ടിലുള്ള ആനയുടെയൊക്കെ പറിക്കണം, അല്ലാതെ ഈ വളർത്താനയുടെ പാവം പിടിച്ച ആന എവിടെയോ പാവം അവിടെ കെട്ടിയിട്ടേക്കുന്ന ആനയുടെ അല്ല. അതിനാണ് ധൈര്യം, പണ്ടുള്ളവർക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ. അതിനെ ഇങ്ങനെ ഇപ്പം വന്ന് അതൊന്നും അല്ലെന്നേ. പണ്ടൊക്കെ ഒരു പുലിയുടെ നഖം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ധൈര്യശാലി, അവൻ പുലിയെ പിടിച്ച് കാണും. അതേപോലെ ആനയുടെ വാല് പറിക്കുന്നതിനെ കാട്ടിൽ കയറി പറിക്കണം, അല്ലാതെ ഇങ്ങനെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടേക്കുന്ന ആനയുടെ അല്ലടേ.
അപ്പം അങ്ങനെ ആനയെ ഉപദ്രവിക്കുന്നത് മതിയാകാഞ്ഞിട്ട് പിന്നെ ആനയുടെ കാലിനടയിൽ കൊണ്ട് കൊച്ചുങ്ങളെ മറിച്ചിട്ടിട്ട് അതിനും പിന്നെ ഇനി എന്തെങ്കിലും പറ്റിപ്പോയിരുന്ന ആനയ്ക്ക് പേരുദോഷമായി. ആന ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഇടഞ്ഞിട്ടുള്ളതാണെന്നും പല പാപ്പന്മാരെ ഒരു പാപ്പാനെ എന്തോ ചവിട്ടിക്കൊന്ന ആനയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആനയ്ക്ക് വീണ്ടും ഒരു പേരുദോഷത്തിന് വകയാക്കി എന്നുള്ളതല്ലാതെ ഈ നശിച്ച മണ്ടന്മാരെ കൊണ്ട് വേറെ ഒരു പ്രയോജനം ആനയ്ക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായി? ആന പാപ്പാനെ തല്ലി കൊല്ലുകയോ കുത്തി കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നു. തല്ലിന്ന് പറഞ്ഞ് എടുത്തെടുത്ത് മറ്റേ തുമ്പിക്കൊണ്ട് പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്നത്, പിന്നെ നിലത്തെടുത്തിട്ട് ചവിട്ടി അരച്ച് കൊല്ലുന്നത്, കൂത്തി കൊല്ലുന്നത്, അങ്ങനെ പല പല രീതിയിൽ ആന ആൾക്കാരെ കൊല്ലാറുണ്ട്. കാരണം ആനയെ അത്രയും പീഡിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മാനസിക നില തെറ്റുകയാണ്. ഇവിടെ മാനസിക നില തെറ്റിയപ്പോൾ അപ്പനെ അമ്മയൊക്കെ വെട്ടിക്കൊന്നില്ലേ? അത്രയും വരത്തില്ലല്ലോ ഒരു ആന പാപ്പാനെ ചവിട്ടി കൊല്ലുന്നത്. ആനയുടെ ഒരു കുറുമ്പുകൾ അങ്ങനെയാണ് അവരതിനെ പറയുന്നത്. പിന്നെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കൊട്ടും പാട്ടും ബഹളവും പടക്കം പൊട്ടിക്കലും ഒക്കെ ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആനയെ പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ചാണ് കാടുകളിലേക്ക് ഓടിക്കുന്നത്. വയനാടുള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ കാടിനടുത്ത് താമസിക്കുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ തോട്ട പൊട്ടിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ പാട്ട പൊട്ടുകയൊക്കെ ചെയ്യുന്നത് ആന വരുമ്പോൾ ആനയെ പേടിപ്പിക്കാനാണ്. അതിനേക്കാൾ എത്രയോ പ്രാവശ്യമാണ് ഒരു അമ്പലത്തിലൊക്കെ ഗുണ്ട് പൊട്ടുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ആന പേടിച്ച് എന്ത് പേടിച്ചായിരിക്കും അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത ആനപ്രേമികളെ എന്ത് പറയാനാണ്? അവർക്ക് എന്ത് ആനപ്രേമം? ആനയുടെ സ്നേഹം പോലും ഇല്ല. പ്രേമം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവനെ പ്രേമിക്കുന്ന പെണ്ണിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ അവളെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരിക്കും നാറികൾ, നശിച്ചവന്മാർ, നാശം പിടിച്ചവന്മാർ. അല്ലാതെ എന്താ പറയേണ്ടത് ഇവന്മാരെയൊക്കെ? ആനപ്രേമമാണ് അത്രേ, ആനപ്രേമം. പിന്നെ ആനപ്പാപ്പൻ, അവൻ്റെ തൊഴിൽ ചെയ്യുന്നു, അവന് വേറെ വഴിയില്ലടേ. ഈ ആനയുടെ പരിപാടി എന്നാൽ എല്ലാം JCB ഒക്കെ മാറ്റുന്നതാണ്. ആന ശരിക്കും പറഞ്ഞാൽ തടി പിടിപ്പിക്കാനാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴായിട്ട് അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ പ്രദർശനത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഉദ്ഘാടനത്തിന് ഉപയോഗിക്കാറുണ്ട്, അമ്പലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, പള്ളിയിൽ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ മോസ്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ആന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടാണ് തടി പിടിക്കാനും മറ്റതിനൊക്കെ ആയിട്ട് ഈ മറ്റു വെയിറ്റുള്ള സാധനങ്ങൾ വലിച്ചെറിയുക, പൊക്കി കയറ്റുക, താഴത്തോട്ട് വലിച്ചുകൊണ്ട് വരിക, മുക്കി പോലെ കൺസ്ട്രക്ഷൻ വർക്കുകളിലാണ് ആനയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ മാത്രമല്ല, തടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആന ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ JCB പോലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ക്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വികസിത രാജ്യങ്ങളിൽ ആന ഇതിന് ഉപയോഗിക്കുന്നില്ല. ഇനി ശ്രീലങ്ക, തായ്ലൻഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായിരിക്കും ചിലപ്പോൾ ഇനി ബാക്കിയുള്ളത് ആനയുടെ പരിപാടികൾ. അല്ലാതെ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ആനയൊന്നും ഇങ്ങനെ പീഡിപ്പിക്കുന്നില്ല, അല്ല ആനയെ അങ്ങനെ ചൂഷണം ചെയ്യുന്നില്ല. ഈ നാട്ടിൽ ഇങ്ങനത്തെ വൃത്തികേടൊക്കെ നടക്കുന്ന നാടായതുകൊണ്ടും അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ടും ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമായതുകൊണ്ടും ഇന്ത്യയിലെ ആനകൾക്കും ഒരു ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. ആനകൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മണ്ണിര വരെ ദാരിദ്ര്യത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു മണ്ണിര വന്ന് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണ്, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, ഞങ്ങൾക്ക് മണ്ണിനടിയിൽ ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ മണ്ണിരകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. ഈ മണ്ണിരകൾ ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണില്ല, പലപ്പോഴും പലയിടത്തും കോൺക്രീറ്റ് ആണല്ലോ മണ്ണിനടിയിൽ. മണ്ണിന് പകരം കോൺക്രീറ്റ് ആയ സ്ഥിതിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കോൺക്രീറ്റ് ഇരകളാണ്, മണ്ണിരകളല്ല. മണ്ണിനിരയായവരല്ല മണ്ണിരകൾ. ഇപ്പോൾ കോൺക്രീറ്റ് നിരയായവരാണ് കോൺക്രീറ്റ് ഇരകൾ എന്നാണ് ഇപ്പോൾ അവരറിയപ്പെടുന്നത്. അത്ര അവർ താമസം മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും മണ്ണിരകൾ താമസിക്കുന്നിടത്ത് കോൺക്രീറ്റ് ഇരകൾക്ക് താമസിക്കാൻ ഉള്ള ചില എന്തോ പ്രശ്നങ്ങളുണ്ട്. അവർ മ്യൂട്ടേറ്റഡ് ആയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എന്താണെങ്കിലും ഈ മണ്ണിരകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഈ വക ദാരിദ്ര്യം, ഇത്രയേറെ ദാരിദ്ര്യം. കഴിഞ്ഞ ദിവസം ഒരു വണ്ടും പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, കാരണം അധികം പൂക്കളൊന്നുമില്ല, ആവശ്യത്തിന് പൂക്കളൊന്നുമില്ല. വണ്ടിന് കയറി പൂക്കളിനകത്ത് കയറുന്ന വണ്ടിനെ കണ്ടിട്ടില്ല, ആ വണ്ട്, അതിന് പൂക്കൾ കുറവാണ്, അതുകൊണ്ട് വണ്ട് പാടെ ഡിപ്രഷനിലാണെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാത്തരം ജീവജാലങ്ങളും ദാരിദ്ര്യത്തിലാണ്. 8 കാലി വരെ ദാരിദ്ര്യത്തിലാണെന്നാണ് പറയുന്നത്. 8 കാലിക്ക് ആകെ കഴിക്കാൻ, 8 കാലി ഭയങ്കര ലക്ഷറി, 8 കാലിയും പല്ലിയും ഭയങ്കര ലക്ഷറിയായിരുന്നു. കാരണം അത്രത്തോളം കൊതുകുകളുണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് കൊതുകിനെ തിന്ന് ജീവിക്കാം. അവരിപ്പോൾ ഇച്ചിരി ലക്ഷറിയസ് ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല്ലിയുടെയും പല 8 കാലിയുടെയും വീട്ടിൽ ഇപ്പോൾ ബെൻസ് കാറുകളുണ്ടത്രേ. പിന്നെ മിനി കൂപ്പർ മേടിച്ചെന്ന് പറയുന്നത് കേട്ടു. ലെക്സസ് ഒക്കെ ഉണ്ടെന്ന്. ചില കൊതുകുകൾ പോയിട്ട് ചില 8 കാലികളുടെ വീട്ടിൽ ലെക്സസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്ര ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യമായതുകൊണ്ട് ഇവിടെയുള്ള ആനകളും കുതിരകളും പട്ടികളും പൂച്ചകളും എല്ലാം പീഡിപ്പിക്കപ്പെടും, മനുഷ്യനുൾപ്പെട്ടെ. ഇനി ഇങ്ങനൊരു രാജ്യത്ത്, ഇത്ര മണ്ണര വരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യത്ത്, ഒരു പാറ്റ പോലും ഡിപ്രഷനിലായ രാജ്യത്ത് എന്തിനാണ് ധൈര്യം? അത് ഇങ്ങനെ